നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കുറിച്ചിടപ്പെട്ട നാമം വൈത്തിരി സെയിൻറ് ജോസഫ് ചർച്ച്. (1845) ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ വയനാടിൻ്റെ തന്നെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമായി ഇത് മാറുകയായിരുന്നു. ചരിത്രം നടന്ന നാൾ വഴികളിൽ ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിയത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ സംസ്കാരത്തിലെ ജനവിഭാഗങ്ങളായിരുന്നു. ചരിത്രാതീത കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന വൈത്തിരിയുടെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയായി ഈ ദേവാലയം ഇന്നും ഉയർന്നു നിൽക്കുന്നു. വൈത്തിരിയുടെ ഇടവകയുടെ വികാരിയായിട്ട് ഞാൻ ചാർജ് എടുക്കുന്നത് 2014 ജൂൺ മാസത്തിലാണ്. വാസ്തവത്തിൽ ഇതിനു മുൻപ് മലപ്പുറത്തുള്ള മഞ്ചേരി ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്ന് വളരെയധികം ചരിത്ര പ്രാധാന്യവും വളരെ അനുഭവസമ്പത്തുമുള്ള ഒട്ടേറെ വൈദികർ സേവനമനുഷ്ഠിച്ച ഈ ഒരു ദേവാലയത്തിലേക്ക് എന്നെ അഭിമന്യ പിതാവ് അപ്പോയിൻ്റ് ചെയ്തപ്പോൾ വളരെയധികം ഉത്കണ്ഠയും ആകുലതകളും എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ദേവാലയത്തിൻ്റെ ഇടയനായിരിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും ആകുലതയും ഒക്കെ എന്നെ അലട്ടിയിരുന്നു. പക്ഷേ ഈ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളുടെ അജഗണത്തിൻ്റെ സ്നേഹവും വാത്സല്യവും അവരുടെ ആ ചൈതന്യവുമൊക്കെ വളരെയധികം എന്നെ ആകർഷിക്കുകയും എൻ്റെ ജീവിതത്തെ അവരുടെ ജീവിത രീതികൾ കൂടുതൽ സുഗമമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഈ ദേവാലയത്തിന് വൈത്തിരിയിലെ സെൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിലുള്ള ഔസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വയനാട്ടിൽ തന്നെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണ് ഈ ദേവാലയമാണെന്നുള്ളതാണ്. 2-3 ഘട്ടങ്ങളായിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ നവീകരണം നടന്നിട്ടുള്ളത്. 1845 ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് മൈസൂർ രൂപതയുടെ കീഴിലുള്ള ഫ്രഞ്ച് പുരോഹിതന്മാരാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചത്. അത് മൈസൂരിൽ നിന്നും വൈദികർ വന്നിട്ടാണ് ഇവിടെ ദിവ്യബലി അർപ്പിച്ചിരുന്നത്. അത് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കൊച്ചു ദേവാലയമായിരുന്നു ഈ ദേവാലയം. പിന്നീട് 1860 അത് ഇഷ്ടിക കൊണ്ടും അതുപോലെ ഓട് മേഞ്ഞതായിട്ടുള്ള വളരെ ചെറിയ സൗകര്യങ്ങളോട് കൂടിയ ഒരു ദേവാലയമായിട്ടത് പുനർനിർമ്മിക്കപ്പെട്ടു. അപ്പോഴും മൈസൂർ രൂപതയിൽ നിന്നുള്ള വൈദികർ വന്നിട്ടാണ് വൈദികർ വന്നിട്ടാണ് ഇവിടെ ദിവ്യബലി അർപ്പിച്ചിരുന്നത്. വളരെയധികം ചരിത്ര പ്രാധാന്യം നമുക്ക് ഈ ദേവാലയത്തിന് കാണുവാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ പ്രദേശങ്ങൾ കൽപ്പറ്റ മുതൽ അതുപോലെ തരിയോട്, പുഴമുടി, പൂമല, കണിയാമ്പറ്റ തുടങ്ങി വളരെ വിദൂരങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ദിവ്യബലിക്കായിട്ട് ഇവിടെ കടന്നു വരാറുണ്ടായിരുന്നു. ഞാനിവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് എന്നിൽ അർപ്പിക്കപ്പെട്ട വലിയൊരു ദൗത്യമെന്ന് പറയുന്നത് ഇവിടെയുള്ള സെമിത്തേരിയുടെ പുനർനിർമ്മാണമാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഇത്രയും പഴക്കമുള്ളൊരു ദേവാലയത്തിൽ ഈ ദേവാലയത്തിൻ്റെ ചുറ്റും അടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടങ്ങൾ പിന്നീട് അടക്കം ചെയ്യുവാൻ സ്ഥലമില്ലാത്ത ഒരു നിലയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പുതിയൊരു സെമിത്തേരിയുടെ നിർമ്മാണം അനിവാര്യമായി തീർന്നു. ആ ഒരു കടമ എന്നിൽ നിക്ഷിപ്തമായിരുന്നു.
വളരെയധികം പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇടവകയുടെ എല്ലാ വിശ്വാസികളെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദിവികാനന്ദൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നത്. അത് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലുടനീളം ഇത്രയും വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ദേവാലയത്തിൻ്റെ വിദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് മൃതശരീരങ്ങൾ അടക്കം ചെയ്ത ആ വിശ്വാസികളുടെയൊക്കെ ഒരു ബന്ധം, ആത്മീയ ബന്ധം ഈ ദേവാലയവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ദൗത്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അത് നന്നായിട്ട് ചെയ്യുവാനും നല്ലൊരു സെമിത്തേരി ഇവിടെ നിർമ്മിക്കുവാനുമായിട്ട് സാധിച്ചു. ഇതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 1860 ദേവാലയം പുനർനിർമ്മിക്കുന്നത്. അതിനുശേഷം 2ാം ഘട്ടമായിട്ട് ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നത് 1967 67 അന്ന് കോഴിക്കോട് രൂപതയുടെ പിതാവായിരുന്ന അഭിവന്യ മെത്രാൻ ആൽദോ മരിയോ പത്രോണി പിതാവാണ് ആ ഒരു ദേവാലയത്തിന് തറക്കല്ലിടുന്നത്. അന്ന് ഈ പ്രദേശത്ത് അറിയപ്പെട്ടിരുന്ന ഒരു മേസ്തിരി ആയിരുന്നു ഡിക്രൂസ് മേസ്തിരിയും അതുപോലെ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന സേവ്യർ മേസ്തിരിയും വളരെയധികം അറിയപ്പെട്ടിരുന്ന 2 വ്യക്തികളായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടത്. 1 വർഷം കൊണ്ട് ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് കാണുന്ന രൂപത്തിൽ അതിൻ്റെ ശരിയായൊരു രൂപത്തിലേക്ക് ദേവാലയം വന്നത് ആ വർഷത്തിലാണ്. അതിനുശേഷം അൾത്താരയും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്ത് കാണുന്ന പോർട്ടിക്കോയും അതുപോലെ അതിൻ്റെ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സൗകര്യങ്ങൾ വ്യാപിപ്പിച്ചത് 2011 റവറൻഡ് ഫാദർ വിക്ടർ മെൻഡോൻസ ഈ ദേവാലയത്തിന് വികാരിയായിട്ട് വരുമ്പോഴാണ്. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ഈ ദേവാലയത്തിന് നവീകരണം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ കടന്നു വരുന്ന ഓരോ വിശ്വാസികളെയും അവരുടെ ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂറിൽ നിന്നും ഈ കോഴിക്കോട് രൂപത രൂപീകൃതമായിട്ടുള്ള ആ കാലയളവിൽ 1923 കോഴിക്കോട് രൂപത നിലവിൽ വരുന്നത്. അത് അന്ന് മലബാർ രൂപതയും അതുപോലെ മംഗലാപുരവും കോഴിക്കോട് രൂപതയുമായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ മലബാറിൽ കോഴിക്കോട് രൂപത വന്നു. ആ സമയത്ത് അന്ന് ബിഷപ്പ് പോൾ പെരിനിയാണ് ആദ്യമായിട്ട് ഈ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്നത്. അപ്പം അന്ന് തുടങ്ങി വരുന്ന മെത്രാന്മാരെല്ലാവരും തന്നെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കാരണം കൂടി ഈ ഒരു വൈത്തിരി പ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അവർ വേനൽക്കാല അവധിക്കാലങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്രമ ജീവിത നയത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരുന്ന ഒരു പ്രദേശം ഈ വൈത്തിരി ആയിരുന്നു. കാരണം ഇവിടെയുള്ള കാലാവസ്ഥ വളരെയധികം സുഖകരമായുള്ള കാലാവസ്ഥയിൽ അല്പസമയം ഇവിടെ വന്ന് ചെലവഴിക്കാനൊക്കെ അവർ സമയം കണ്ടെത്തിയിരുന്നു. പഴമക്കാർ പറയാറുണ്ട്, വൈത്തിരി ഇടവകയിലെ പഴമക്കാർ വേനൽക്കാല അവധിക്കാലം ചെലവഴിക്കുന്നതിനായിട്ട് കുറച്ച് നാളുകൾ ഇവിടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് പിതാക്കന്മാർ ഈ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ പള്ളിമണി മുഴക്കാറുണ്ട്. അങ്ങനെയാണ് എല്ലാ വിശ്വാസികളും പിതാവിനോടൊത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് ദേവാലയത്തിൽ കടന്നു വരുന്നത്. പിതാക്കന്മാർ വയനാട്ടിലെ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വിശ്രമം ഉറങ്ങുവാനൊക്കെ ആയിട്ട് വൈത്തിരിയിലുള്ള വില്ലയിലാണ് അവർ വന്ന് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പിതാക്കന്മാരോടുള്ള കരുതലും ആ ഒരു പ്രത്യേകമായിട്ടുള്ള അടുപ്പവും എനിക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. മാത്രമല്ല, കോഴിക്കോട് രൂപതയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു സവിശേഷതയാണ് സെമിനാരിയൻസ് വൈദിക വിദ്യാർത്ഥികൾ അവരുടെ അവധിക്കാലവും ചെലവഴിക്കുന്നത് ഈ വൈത്തിരി ദേവാലയത്തിൽ തന്നെയാണ്. സെമിനാരിയൻസ് വില്ല എന്നറിയപ്പെടുന്ന ഈ പള്ളിയോട് ചേർന്നുള്ള പാരിഷ് ഹാളും അതിനിടയിലുള്ള ബിൽഡിങ്ങും സെമിനാരിയൻസ് അവരുടെ ഹോളിഡേയ്സ് ചെലവഴിക്കുന്നതിനായിട്ട് ഒന്നിച്ചു കൂടുന്ന സ്ഥാപനമാണ്. അത് ഇവിടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജയ്മോൻ ആഗസാലയിൽ അച്ഛൻ്റെ കാലത്താണ് ഈ വില്ല നവീകരിക്കപ്പെട്ട് നിർമ്മിക്കുന്നത്. എല്ലാ വർഷവും അവധിക്കാലത്ത് മെയ് മാസത്തിൽ മംഗലാപുരം സെമിനാരിയിൽ നിന്ന് വരുന്ന കോഴിക്കോട് രൂപതയിലെ പല ബാച്ചുകളിലുള്ള വൈദിക വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന
സമയമാണ് സെമിനാരിയൻസും ഇല്ല. അതും ആ ഒരു ഹോളിഡേയ്സ് ഇവിടെ ചെലവഴിക്കുന്നതിലൂടെ കോഴിക്കോട് രൂപതയിലുള്ള എല്ലാ വൈദികരും ആ അനുഭവത്തിലൂടെ കടന്നു പോവുകയും അതുവഴിയായിട്ട് നല്ലൊരു ബന്ധം അവർക്ക് സ്ഥാപിച്ചെടുക്കാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഒരു വൈദികരായി തീർന്നതിനു ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ആ ഒരു സൗഹൃദത്തിൻ്റെ മൂല്യം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമൊക്കെ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വൈത്തിരിയിലെ ഈ ഇടവകയിലെ വികാരി തന്നെയാണ് വില്ല മാസ്റ്ററായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെമിനാരിയൻസിൻ്റെ ചാർജ് ആ സമയങ്ങളിൽ വികാരിയിൽ നിക്ഷിപ്തമാണ്. മാത്രമല്ല ആ സമയം അവരോടുകൂടെ ചെലവഴിക്കുമ്പോൾ നമ്മുടെയും ആ പഴയ കാലങ്ങളെക്കുറിച്ച് സെമിനാരിയിലെ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കാനും ആത്മീയമായിട്ടൊരു ഉണർവ് ലഭിക്കാനും ഒക്കെ അത് ഇടം നൽകുന്നുണ്ട്. പ്രത്യേകമായിട്ട് വൈത്തിരി ഇടവകയിലെ ഇടവകക്കാരെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ലാളിത്യവും വിശ്വാസ ചൈതന്യവുമുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിലേക്ക് കടന്നു വന്ന കാലം മുതൽ അവരോട് നല്ല ഒരു ബന്ധത്തിലായിരിക്കുവാനും അവരോടൊപ്പമായിരിക്കുന്നതിലും വലിയ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ലഭിച്ച താലന്തുകളിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുക ഏറ്റവും അഭികാമ്യമായ കാര്യമാണ്. തങ്ങൾക്ക് ലഭിച്ച താലന്തുകളിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ് വൈത്തിരി ഇടവകയിലെ വിദ്യാർത്ഥിനികൾ. la la la
കോഴിക്കോട് രൂപതയുടെ എല്ലാ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് വൈത്തിരി ഇടവകയിൽ വേദപാഠം നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ഡെന്നീസ് മോസസിൻ്റെ എല്ലാ സഹായവും മതബോധനത്തിന് ലഭിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും 2 കുർബാനയാണുള്ളത്. അതിൽ രണ്ടാമത്തെ കുർബാന മതബോധന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. കുർബാനയിൽ അച്ഛനെ സഹായിക്കാൻ അൾത്താര സംഘം ഒപ്പമുണ്ട്. കുട്ടികളുടെ തന്നെ ഗായക സംഘം വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് രണ്ടാമത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു. വൈത്തിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവക ജനങ്ങൾ പൊഴുതന, ലക്കിടി, പഴയ വൈത്തിരി എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ചില അവസരങ്ങളിൽ വാഹനങ്ങളുടെ അസൗകര്യമുള്ളപ്പോൾ ദീർഘദൂരം നടന്നു വേണം വിദ്യാർത്ഥികൾക്ക് പള്ളിയിലെത്താൻ. എന്നിരുന്നാലും വേദപാഠവും കുർബാനയും ഈ കുട്ടികൾ ഒരിക്കലും മുടക്കാറില്ല. നഴ്സറി മുതൽ ബൈബിൾ ക്ലാസ് വരെ 14 ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. 2 സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകരും പ്രധാന അധ്യാപികയും അടക്കം 17 അധ്യാപകരുണ്ട്. കൂടാതെ ഇടവകയിലും രൂപതയിലും നമ്മുടെ കുട്ടികൾക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്നു. ഇവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം ഇടവകയിലുമുണ്ട്, അതുപോലെ രൂപതയിലുമുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വൈത്തിരി ഇടവകയിലെ വേദപാഠം വളരെ സജീവവും അതുപോലെ ശക്തവും മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും കുട്ടികൾക്ക് സന്തോഷവും ലഭിക്കുന്ന ഒന്നാണ്. ബെത്സേദ കുളക്കരയിൽ 38 വർഷം തളർന്നു കിടക്കുന്ന തളർവാദ രോഗിക്ക് യേശു സൗഖ്യമേകുകയാണ്. ഇതിനെ ദൃശ്യാവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലെ കൊച്ചുമിടുക്കിയായ അയോനയുടെ നൃത്തച്ചുവടുകൾ നമുക്ക് കാണാം. ബെത്സദാ കുളക്കരയിൽ രോഗികൾ കൂട്ടമായി കിടന്നിരുന്നു. ബെത്സദാ കുളക്കരയിൽ രോഗികൾ കൂട്ടമായി കിടന്നിരുന്നു. ബെത്സദാ കുളക്കരയിൽ രോഗികൾ കൂട്ടമായി കിടന്നിരുന്നു. വെള്ളമിളകിയാൽ ആദ്യം ഇറങ്ങുവോൻ രോഗവിമുക്തനായി പോയിരുന്നു. വെള്ളമിളകിയാൽ ആദ്യം ഇറങ്ങുവോൻ രോഗവിമുക്തനായി പോയിരുന്നു. കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ ഊഴവും കാത്തു കിടന്നിരുന്നു. കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ ഊഴവും കാത്തു കിടന്നിരുന്നു. പതിറ്റാണ്ടും കഴിഞ്ഞിരുന്നൊരുവൻ ശയ്യാവലംബിയായി കുളക്കരയിൽ. 30 കഴിഞ്ഞിരുന്നൊരുവൻ ശയ്യാവലംബിയായി കുളക്കരയിൽ. രോഗശാന്തിക്കായി വന്നവനെന്നാൽ കുളത്തിലിറക്കിടാൻ ആരുമില്ല.
സുഖമായി പോകുക കിടക്കയുമെടുത്തു നീ, ഞാനുണ്ട് നിനക്കെന്നേശു ചൊല്ലി. സുഖമായി പോകുക കിടക്കയുമെടുത്തു നീ, ഞാനുണ്ട് നിനക്കെന്നേശു ചൊല്ലി. എഴുന്നേറ്റുടനവൻ കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചു തൻ വീടണഞ്ഞു. ദൈവത്തെ സ്തുതിച്ചു തൻ വീടണഞ്ഞു. ദൈവത്തെ സ്തുതിച്ചു തൻ വീടണഞ്ഞു. ദൈവത്തെ സ്തുതിച്ചു തൻ വീടണഞ്ഞു. വൈത്തിരി സെൻറ് ജോസഫ് ദേവാലയത്തിൽ മതബോധന PTA പങ്കാളിത്തം വളരെ സജീവമാണ്. ബഹുമാനപ്പെട്ട ഇടവവികാരി ഫാദർ ഡെന്നി മോസസിനോടൊപ്പം മതബോധന PTA അംഗങ്ങളും വളരെ സജീവമായി എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ ഏകോപിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് മതബോധന കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുക്കുകയും അതിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ ഊന്നത നൽകുകയും ചെയ്യുന്നു. കുട്ടികളെ മതബോധനത്തിന് വരുന്നതിന് തൊട്ട് മുമ്പ് വിശുദ്ധ കുർബാനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ 10 മിനിറ്റ് നേരത്തെ വരികയും പള്ളിയിൽ അവർക്ക് പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും കുർബാനയ്ക്ക് ഒരുങ്ങാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മതബോധന രംഗത്ത് കുഞ്ഞുങ്ങളെ വളരെ കാര്യക്ഷമതയോടുകൂടി ഇരുത്തുകയും അവരെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അധ്യാപകരും മതബോധന വിഭാഗവും PTA അംഗങ്ങളും അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു. കുഞ്ഞുങ്ങളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ വരുന്ന മറ്റുള്ള പല പ്രശ്നങ്ങൾക്കും ആത്മീയമായും ദൈവികമായും അവരിൽ കൂടുതൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും കുഞ്ഞുങ്ങളെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരികയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗങ്ങളും നൽകി ഇടവക തലത്തിലും PTA തലത്തിലും അവരെ കൂടുതൽ ധന്യരാക്കുകയും ചെയ്യുന്നു. കൂടാതെ മതബോധന വിഭാഗത്തിൽ നിന്ന് കുട്ടികൾക്ക് ഇവിടെ കുർബാനയ്ക്ക് ശേഷം അസംബ്ലി കൂടുകയും ആ ഒരു ആഴ്ചയിൽ നടന്ന പ്രധാന വാർത്തകൾ കുട്ടികളെ കൊണ്ട് ഇവിടെ പറയിക്കുകയും ആ വാർത്തകൾ കുട്ടികളെ കൊടുത്ത് കൂടുതൽ അവലോകനം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കുട്ടികൾക്ക് വേണ്ട അവരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ആ അസംബ്ലിയിൽ വെച്ച് അവരുടെ അഭിപ്രായങ്ങളും ആരായുകയും ചെയ്യുന്നു. മതബോധന HMൻ്റെ നിർദ്ദേശം അനുസരിച്ചും മതബോധന അധ്യാപകരുടെ കൂട്ടത്തിൽ കൂടിച്ചേർന്ന് കുട്ടികൾക്ക് എന്തെല്ലാമാണോ ചെയ്യുവാൻ സാധിക്കുന്നത് അതിന് കലാപരമായോ കായികപരമായുള്ള എല്ലാ പ്രോത്സാഹനം നൽകുന്നു. ഇടവക തലത്തിൽ മതബോധനത്തിൻ്റെ ഓഫീസും അതുപോലെ ക്ലാസ് റൂമുകളും വിഷ്വൽ മീഡിയയും സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങളും ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളെ കൂടുതൽ കാര്യക്ഷമത ചെയ്ത മതബോധന വാർഷികം നടത്തുകയും കുട്ടികൾക്ക് മതബോധന വാർഷികങ്ങൾക്ക് സമ്മാനങ്ങളും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അവരുടെ കലാപരമായ കഴിവുകളെ ഇവിടെ കൂടുതൽ പ്രകടമാക്കുകയും ചെയ്യുന്നു. കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ അധ്യാപകർക്ക് വളരെയധികം അവരെ അധ്യാപക ദിനത്തിൽ ആദരിക്കുകയും ആ അധ്യാപക ദിനത്തിൽ അവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഇടവകയിൽ 167ഓളം വിദ്യാർത്ഥികൾ മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും 17ഓളം അധ്യാപകരും അവർക്കുണ്ട്. ഇതിലെല്ലാം ഉപരിയായി 25 വർഷത്തിൽ പരം ഈ ഇടവകയിൽ തന്നെ മതബോധന രംഗത്ത് സേവനം ചെയ്ത അധ്യാപകരുമുണ്ട്. ശക്തമായ PTA സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മതബോധനത്തിന് വേണ്ട സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് കുട്ടികളെ കൂടുതൽ ധന്യവാന്മാരാക്കുകയും ചെയ്യുന്നു.